നമസ്കാരം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ പ്രതിയായ മാസപ്പടി കേസിൽ തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ റെയ്ഡിനെത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും അവർ വന്ന വാഹനം തല്ലി തകർക്കുകയും ചെയ്തിട്ട് മാസം 1 കഴിഞ്ഞു. കണ്ടാലറിയാവുന്ന 300ഓളം പേരുൾപ്പെടെയുള്ള CPM DYFI ഗുണ്ടകൾക്കെതിരെ പോലീസ് കേസെടുത്തു. ഇതിൽ 26 പേരെ മാത്രമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. SFI നേതാവായ ഒരാൾക്ക് ആദ്യം ജാമ്യം കിട്ടി. പബ്ലിക് പ്രോസിക്യൂട്ടർ ഒത്തുകളിച്ചതുകൊണ്ട് മാത്രം 9ാം പ്രതിയായ ഹരീഷ് കുമാറിനും ജാമ്യം കിട്ടി. ഈ കേസിൽ ഇപ്പോഴും CPM DYFI ക്രിമിനലുകൾ ഒളിവിൽ കഴിയുകയാണ്. ഇക്കൂട്ടത്തിൽ SFI പ്രവർത്തകനായ മണക്കാട് സ്വദേശി ആദർശിനു വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. ഈ കേസിലെ പ്രധാനപ്പെട്ട ഒരു പ്രതിയാണ് പാളയം സന്തോഷ്. ഈ പാളയം സന്തോഷിനെ ഇതുവരെ പിടികൂടിയിട്ടില്ല. ഇയാൾക്കായി നേരത്തെ തന്നെ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരുന്നു പോലീസ്. പക്ഷേ ഫലമുണ്ടായില്ല. പാളയം സന്തോഷ് ഇപ്പോഴും ഒളിവിലാണ്. മാസം 1 കഴിഞ്ഞിട്ടും ഇതിൽ പല പ്രതികളെയും പിടികൂടാൻ കഴിയാത്തതും പോലീസിൻ്റെ വീഴ്ച തന്നെയാണ്. പാളയം മാർക്കറ്റിൽ ഗുണ്ടാപ്പിരിവ് നടത്തിയിരുന്നയാളാണ് സന്തോഷ് എന്നാണ് വിവരം. പാളയം മാർക്കറ്റിലെ അനധികൃത ഗുണ്ടാപ്പിരിവുകളും കയ്യേറ്റങ്ങളും മേയർ VV രാജേഷിൻ്റെ നേതൃത്വത്തിൽ ഒഴിപ്പിച്ചിരുന്നു. എങ്ങനെയും തിരുവനന്തപുരം നഗരസഭയുടെ ഭരണത്തിൽ നിന്ന് BJPയെ താഴെയിറക്കാൻ CPM കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നത് പാളയം സന്തോഷിനെ പോലെയുള്ള ഗുണ്ടകൾക്ക് വേണ്ടിയാണ്. ഇങ്ങനെയുള്ളവരാണ് പാർട്ടിയെ താങ്ങി നിർത്തുന്നത്. മുദ്രാവാക്യം വിളിക്കാനും ജാഥയ്ക്ക് ആളെ കൂട്ടാനും അക്രമം കാണിക്കാനുമൊക്കെ CPMന് പാളയം സന്തോഷിനെ പോലെയുള്ളവരെ വേണം. അതുകൊണ്ടാണ് ഇവരെ പോലെയുള്ളവരെ സംരക്ഷിക്കുന്നത്. അനധികൃത കയ്യേറ്റങ്ങളും ഗുണ്ടാപ്പിരിവുകളും നഗരസഭ ഒഴിപ്പിച്ചതിലൂടെ ഇല്ലാതാകുന്നത് പാളയം സന്തോഷ് ഉൾപ്പെടെയുള്ള പാർട്ടി ഗുണ്ടകളുടെ ഉപജീവന മാർഗം കൂടിയാണ്. തലയ്ക്ക് വെളിവുള്ള ഒരാളും ചെയ്യുന്ന പണിയല്ല ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതും അവരെ കൊല്ലാൻ ശ്രമിച്ചതും. നേതാക്കൾ പറഞ്ഞു, അണികൾ അനുസരിച്ചു. ഇപ്പോഴാണ് ചെയ്തു പോയതിൻ്റെ ഭവിഷ്യത്തിനെ പറ്റി ഇവറ്റകൾക്ക് ബോധ്യമാകുന്നത്. പക്ഷേ അപ്പോഴേക്കും സമയം ഒരുപാട് വൈകിയിരുന്നു. പോലീസിൻ്റെ കണ്ണുവെട്ടിച്ച് ആദർശിനും പാളയം സന്തോഷിനുമൊന്നും തലസ്ഥാനത്ത് കഴിയാൻ പറ്റില്ല. തലസ്ഥാനത്തെന്നല്ല, സംസ്ഥാനത്ത് ഒരിടത്തും കഴിയില്ല. അങ്ങനെ കഴിയണമെങ്കിൽ അതിന് പാർട്ടിയുടെ പിന്തുണ വേണം, പാർട്ടി നേതാക്കളുടെ പിന്തുണ വേണം. CPMൻ്റെ ജില്ലാ ഓഫീസിലോ മറ്റേതെങ്കിലും പാർട്ടി ഓഫീസിലോ ഇവർ ഒളിവിൽ കഴിയുകയാണെന്ന് വേണം കരുതാൻ. കാരണം ഒളിവിൽ കഴിയാൻ ഇത്രയേറെ സുരക്ഷിതമായ മറ്റൊരിടമില്ലല്ലോ. പാളയം സന്തോഷ് വിദേശത്തേക്ക് കടന്നു എന്നൊക്കെ പ്രചരിക്കുന്നുണ്ട്. അത് അന്തം കമ്മികൾ തന്നെ പോലീസിൻ്റെ ശ്രദ്ധ മാറ്റാൻ പ്രചരിപ്പിക്കുന്നതാണ് എന്നാണ് പറയപ്പെടുന്നത്. പബ്ലിക് പ്രോസിക്യൂട്ടറും പാർട്ടിക്കാരിയുമായ ഗീനാകുമാരി ഒത്തുകളിച്ചതിലൂടെയാണ് 9ാം പ്രതി ഹരീഷ് കുമാർ ജാമ്യം നേടി പുറത്തിറങ്ങിയത് എന്നുള്ളത് വ്യക്തമാണ്. ആദ്യം ഒരാൾക്ക് ജാമ്യം നേടുക, പിന്നീട് ഇത് ചൂണ്ടിക്കാട്ടി മറ്റുള്ളവർക്കും ജാമ്യം നേടുക. ഇതായിരുന്നു ഇവരുടെ ഉദ്ദേശമെങ്കിലും പോലീസ് കടുത്ത നിലപാടെടുക്കുകയും ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്തുകൊണ്ട് കോടതിയെ സമീപിക്കുകയും ചെയ്തതോടെ ആ പ്രതീക്ഷ അസ്തമിച്ചിരിക്കുകയാണ്. ഇതിനിടയിൽ ഗീനാകുമാരിയെ മാറ്റി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി സന്തോഷ് കുമാറിനെ നിയമിച്ചിട്ടുണ്ട്. ഇനി എന്തായാലും ജാമ്യത്തിൻ്റെ കാര്യത്തിൽ കോടതിയിൽ ഒത്തുകളി നടക്കില്ല. പ്രതികൾക്ക് ജാമ്യം കിട്ടാതിരിക്കാനായി ശക്തമായ എതിർപ്പ് തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉയർത്തും എന്നു മാത്രമല്ല, കേസിൽ ED കക്ഷിയും ചേർന്നിട്ടുണ്ട്. അന്വേഷണം നേതാക്കളിലേക്കും എത്തുന്നു എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ആര്യ രാജേന്ദ്രനാണ് ബ്രാഞ്ച് തലങ്ങളിലേക്ക് ഫോൺ ചെയ്ത് കഴിയുന്നത്ര പ്രവർത്തകർ എത്രയും പെട്ടെന്ന് വിജയൻ്റെ വാടക വീട്ടിലെത്താൻ നിർദ്ദേശം നൽകിയത് എന്നുള്ള വിവരം മുമ്പ് തന്നെ പുറത്തു വന്നതാണ്. പ്രതികളുടെ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഗുണ്ടകൾ തന്നിഷ്ടപ്രകാരമല്ല ആക്രമണം നടത്തിയത് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. V ശിവൻകുട്ടിയും MB ഗോവിന്ദനും VK പ്രശാന്തും B ജോയിയും AA റഹീമും കടകംപള്ളി സുരേന്ദ്രനും അടക്കമുള്ള നേതാക്കൾ അവിടെ എത്തിയിരുന്നു. പാർട്ടി ഗുണ്ടകൾ അക്രമം നടത്തുമ്പോൾ അതിനെ എതിർക്കാനോ വിലക്കാനോ നേതാക്കൾ തയ്യാറായില്ല. അക്രമത്തിന് മുമ്പും അക്രമം നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഈ ഗുണ്ടകളിൽ ചിലർ നേതാക്കളുടെ അടുത്തെത്തി രഹസ്യമായി സംസാരിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. നേതാക്കളാണ് ഈ പാർട്ടി ഗുണ്ടകളെ വിളിച്ചു വരുത്തിയതെന്നും അവരുടെ നിർദ്ദേശമനുസരിച്ചാണ് അക്രമം നടത്തിയതെന്നും മനസ്സിലാക്കാൻ ഇതൊക്കെ ധാരാളമാണ്. അക്രമം നടത്തി ഒളിവിൽ കഴിയുന്ന ഗുണ്ടകളെ പിടികൂടാത്തതിന് കോടതിയുടെ രൂക്ഷമായ വിമർശനം പോലീസിന് നേരിടേണ്ടി വന്നേക്കാം. ഇത് മുൻകൂട്ടി കണ്ടതുകൊണ്ടായിരിക്കണം ഈ മെല്ലെപ്പോക്ക് ഒഴിവാക്കി പോലീസ് ശക്തമായി രംഗത്തിറങ്ങുന്നത്. എന്തായാലും നേതാക്കളെ സംബന്ധിച്ചിടത്തോളം നെഞ്ചിൽ തീയാണ്. കാരണം ലോക്കൽ ഊച്ചാളിത്തരമല്ല ഇത്. കേന്ദ്ര അന്വേഷണ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച അതീവ ഗുരുതരമായ കുറ്റകൃത്യമാണ്.